ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പൊ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെറുപുഴ വീഡിയോസും അതുപോലെ നമ്മുടെ ഇരിട്ടിയിൽ വന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞിട്ടില്ല, സൂപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എങ്ങോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം എനിക്കൊന്ന് എന്റെ വീട്ടിൽ നിൽക്കാൻ പോണം. അതായത് സ്വന്തം വീട്ടിൽ, വെക്കേഷനൊക്കെ സ്വന്തം വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പൊ അങ്ങനെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോവാ. അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് വേറൊരു സ്ഥലത്തും കൂടി പോവാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി കുളിച്ച് സെറ്റപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ മുടി ഓൾറെഡി ഞാന് കെരാറ്റിനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഓൾറെഡി കെരാറ്റിനും കാര്യങ്ങളൊക്കെ ചെയ്തതാട്ടോ. അപ്പം ഞാന് കുറെ ആയി, വാവയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. അനിയന്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ചെയ്തതാണ്. ഇപ്പൊ ചെയ്തിട്ട് 2 വർഷം ആവാനായിട്ടോ. അനിയന്റെ കല്യാണത്തിന് മുന്നേ ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പം അവരെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. കുറെ ആയി ഞാൻ ചെയ്തിട്ട്. അപ്പൊ ഒന്ന് ചെയ്തേക്കാന്നിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് കെരാറ്റിനും കൂടി ചെയ്യണം ഗൈസ്. അപ്പൊ കെരാറ്റിൻ ചെയ്യേണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എങ്ങനെയുണ്ടാവുമെന്ന് അറിയാം, ഓൾറെഡി അറിയാം. അധികം കേളിയൊന്നും ആയിട്ടില്ല, എന്നാലും കുറച്ച് ഹെയർ ലോസ് ആവുന്നുണ്ട്. അത് പോസ്റ്റ്മോർട്ടം പ്രഗ്നൻസിന്റെ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നാലോ. അപ്പൊ ഗൈസ്, നമുക്ക് ഇവിടെ ഇല്ലേ എടൂര് കഴിഞ്ഞ് ഇച്ചിരി മാറിക്കഴിയുമ്പം ഒരു പള്ളിയുണ്ട്, പ്രശസ്തമായ ഒരു പള്ളി കേട്ടോ. ആവില പള്ളി എന്ന് പറയും. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതാണ് ആവില പള്ളി എന്ന് പറയുന്നത്. ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും ഞാൻ. അപ്പം പേര് കേട്ട പള്ളിയാണ്. അപ്പം എന്താ പറയണ്ടേ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഞാൻ എല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്, എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്. ആരെ കൈമുറിച്ചാലും ചോര തന്നെയാ വരിക. പിന്നെ താൻ ബാധി ദൈവം ബാധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയുള്ളവരുടെ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. കുറെ പേര് ദൈവത്തെ മാത്രം വിശ്വസിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, അതൊന്നും വിശ്വസിക്കാത്തവരുണ്ട്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, താൻ ബാധി ദൈവം ബാധി. അതായത് ഞാൻ ചെയ്യുന്നത് ചെയ്താൽ ബാക്കി ദൈവം ചെയ്തോളും, അല്ലെ ദൈവത്തിന്റെ രൂപത്തിൽ മനുഷ്യൻ ചെയ്തോളും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്താ പറയണ്ടേ, ഒരു സങ്കടം വരും. എപ്പോഴും ഞാൻ ദൈവത്തിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല, കാരണം അത് പുള്ളിക്കാരനും ഭയങ്കര ബോറിംഗ് ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ മുണ്ടേർമ്പിൽ അമ്മേനെയാണ് ഞാൻ വിളിക്കുക. അത് കഴിഞ്ഞ് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിലപ്പള്ളി മാതാവിനെയാട്ടോ. അപ്പം ആവിലപ്പള്ളി മാതാവിനെ ഞാൻ നേർച്ചയൊക്കെ കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം എന്താ പറയണ്ടേ, എല്ലാവർക്കും വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ ആവിലപ്പള്ളിയിലൊക്കെ വന്ന് നമ്മളെ നാടൊക്കെ കണ്ട് സന്ദർശിച്ച് പോവുക. അത്ര പേര് കേട്ട നാടാണ് കേട്ടോ ആവിലപ്പള്ളി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോസും അല്ലെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ കമന്റിൽ ഇടുക, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് വഴി കാണിച്ചു കൊടുക്കുമോനെ. അപ്പൊ നമ്മൾ പോകുന്ന വഴിയാണ് അടിപൊളിയാ ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാല് മലയോര ഹൈവേ. വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് എന്താ പറയണ്ട, സ്മൂത്ത് ആയിട്ട് പോകാം. സ്മൂത്ത് ആയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുന്ന ഒരു വഴിയാട്ടോ. അല്ല, അടിപൊളി വ്യൂ ആണ് മുമ്പോട്ട്. മലയും എന്താ പറയണ്ട പച്ചപ്പും സൂപ്പർ ആയിട്ടുള്ള ഒരു കാഴ്ച. എന്റെ വീട്ടിലേക്ക് പോകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വീടിന്റെ അങ്ങേ എഡ്ജ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മലയോര ഹൈവേ ആട്ടോ. ഇപ്പോഴാണ് എല്ലാം സെറ്റ് ആയത്. അതുകൊണ്ട് തന്നെ ഏകദേശം നല്ല വണ്ടികളൊക്കെ ഇതിൽ കൂടി പോകും കേട്ടോ. അപ്പം പാട്ടുണ്ടായിരുന്നു, ഒരു നോയ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ പാട്ട് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം പതിയെ പതിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ എവിടുന്ന് കെരാറ്റിൻ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയട്ടെ, എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന് മുന്നേ അമ്മേന്റെ മില്ലില് ഞാൻ അൻപിതേനെ ആക്കിയിട്ടുണ്ട്. എല്ലാരെയും കൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാനാവൂല. ഞാൻ അത് ഓൾറെഡി നല്ല വാങ്ങിച്ചിരിക്കുമെന്ന് അറിയില്ല. അപ്പം ഞാൻ കുഞ്ഞാറ്റേനെ കൂട്ടിയിട്ടുണ്ട്. അപ്പം വാവക്കുട്ടീനെ അവിടെ വീട്ടിലാക്കിയിട്ടുണ്ട്. അവർ രണ്ടുപേരും പുറകിലിരിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര മണിക്കൂർ എടുക്കുമെന്നൊന്നും അറിയില്ല, എല്ലാം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ബ്യൂട്ടീഷ്യൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാതുമോനായ സമയത്താണ് ഞാനതൊരു 5 മാസം ആയപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പം അത് കണ്ടിന്യൂ ചെയ്യണം. അതിന്റെ എക്സാമും കുറച്ച് ബ്രൈഡലിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതുന്നതായിരിക്കും. അവിടെ തന്നെയാണ് ഞാൻ പഠിച്ചത് തന്നെയാണ്. അതായത് എന്റെ ചേച്ചീന്റെ അടുത്താണ് ഞാൻ കെരാറ്റിൻ ചെയ്യാൻ പോകുന്നത്. അവിടെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് സ്മൂത്ത് ഏണിങ് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഞാൻ കെരാറ്റിൻ ചെയ്തത് എല്ലാം അവിടെ തന്നെയാണ് കേട്ടോ. അപ്പൊ വീണ്ടും ഇതാ ചേച്ചീന്റെ അടുത്ത് തന്നെ പോവാണ്. പുള്ളി എന്താ പറയണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഹെയറിന്റെ
പറയുന്ന പേര് ലാമിയ മേക്കപ്പ് സ്റ്റുഡിയോ എന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ ലാമിയ കാണിച്ചു തരാം. ഞാൻ കാക്കിയങ്ങാട് എത്താനായിട്ടുണ്ട് ഏകദേശം. അപ്പൊ നമുക്ക് ബാക്കി കണ്ടാലോ. ഞാൻ പറഞ്ഞ പെട്രോൾ പമ്പ് ഇതാ കേട്ടോ. ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഇതുണ്ടോ ആ ബിൽഡിങ്ങിലാണ് ചേച്ചീൻ്റെ ലാമിയ ഇരിക്കുന്നത്. കാണിച്ചു തരാം. അപ്പോൾ യാദൂട്ടനും കുഞ്ഞാറ്റി എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ബേഗിന് ഒടുക്കത്തെ കാണാം. അവന് വേണ്ടുന്ന എല്ലാ സാധനം എടുത്തത് കൊണ്ട് അതാണ് ഗൈസ് ലാമിയ. ഈ ഒരു ബിൽഡിങ്ങിലാണ് ഞാൻ എത്ര കാലം പഠിച്ചതെന്നറിയോ. അപ്പോൾ ഇതാ ലാമിയ മേക്ക് ഓവറിനാണ് ഉള്ളത്. പിന്നെ ലേഡീസ് ടൈലറിങ്ങും ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് സന്തോഷം, കക്കയങ്ങാട് സന്തോഷം എല്ലാവർക്കും അറിയാം. ഇങ്ങനെ നടന്നു പോവാം ഗൈസ്. കണ്ടില്ലേ ലാമിയ മേക്ക് ഓവർ. അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറി നമ്മൾ മേലോട്ട് കയറി വരണം. തിരക്കുണ്ടോയെന്നൊന്നും അറിയില്ല. എന്താണോ എന്തോ അവസ്ഥ. ഞാൻ എത്ര മണിക്ക് പോകുന്നു അറിയില്ല. ഞാൻ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യണം. ഞാൻ കുളിച്ചിട്ടാണ് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പോലെ വാഷ് ചെയ്യും കേട്ടോ അവർ. അപ്പം ഞാൻ കെരാറ്റിൻ ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ട് ബോട്ടോക്സ് ആണ് ചെയ്തത്. അപ്പോൾ ബോട്ടോക്സ് ചെയ്യണമെങ്കിലും കെരാറ്റിൻ ചെയ്യണമെങ്കിലും നല്ല പോലെ ഓയിൽ റിമൂവ് ആണ്. ഞങ്ങൾ എത്ര കുളിച്ചിട്ട് വന്നാലും അത് അവിടുന്ന് നല്ല പോലെ വാഷ് ചെയ്യും കേട്ടോ. അത് അതിൻ്റേതായ ഷാമ്പു ഉപയോഗിച്ചിട്ട് തന്നെ നല്ല പോലെ സ്കാൽപ്പിലൊക്കെ ഇട്ട് നല്ല പോലെ വാഷ് ചെയ്യും. ആ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഹെയർ ഡ്രൈ ആക്കും കേട്ടോ. ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോ ഡ്രൈ ചെയ്യും. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ ഡ്രയർ വെച്ചിട്ട് ഉണക്കി തരും കേട്ടോ. ഞാൻ ചേച്ചീനെ മുഖം കാണിക്കുന്നില്ല, കാരണം ചേച്ചീനെ കയറിക്കൂടലായതുകൊണ്ട് തന്നെ ഓട്ടപ്പാച്ചലിൽ ചേച്ചിക്ക് സ്കിന്നൊന്നും നോക്കാൻ പറ്റാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. പിന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാം. അതിന് ശേഷം നമ്മൾ സെക്ഷൻ തിരിച്ച് വെച്ചിട്ട് ബോട്ടോക്സിൻ്റെ ക്രീം നമ്മൾ ഇതുപോലെ സെക്ഷൻ ആക്കിയിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യൂ കേട്ടോ. നല്ല പോലെ ഇത് മുടിയിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതായത് ആ ക്രീം അതിലേക്ക് മുടിയിലേക്ക് ലയിച്ചങ്ങ് ചേരണം. അതാണ് സംഭവം. അപ്പോൾ ചേച്ചി മുടിയിൽ നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല പോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ആക്കും. മൊത്തം ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. മൊത്തം നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും, വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടും. അപ്പം അപ്പുറത്തെ ശ്രുതി ചേച്ചി ആട്ടോ സെക്ഷൻ എടുത്ത് കൊടുക്കുന്ന മൈ ഫേവറേറ്റ് വണ്ണാണ് ശ്രുതി ചേച്ചി. ശ്രുതി ചേച്ചി അവിടുത്തെ എന്താ പറയണ്ടേ വർക്ക് ചെയ്യുന്ന ചേച്ചിയാട്ടോ. അവിടെ ജിഷേച്ചിയുടെ കൂടെ നിൽക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മളെ ഹെയർ മൊത്തത്തിൽ ഇതേപോലെ ചേച്ചി ക്രീം മൊത്തം ഇട്ട് അപ്ലൈ ചെയ്യും. അപ്പം മൊത്തം ഞാൻ എടുക്കുന്നില്ല, ഓൾറെഡി പറഞ്ഞു, ബോറടിക്കും നിങ്ങൾക്ക്. ഇതിപ്പം കുഞ്ഞാറ്റക്കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. ഇത്രയും തിന്നായിട്ട് വേണം കേട്ടോ നമ്മൾ സെക്ഷൻ എടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അധികമായി കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് ആ ഒരു ഇത് കിട്ടില്ല, പവർ കിട്ടില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ നമുക്ക് ചുറ്റി തന്നിട്ടുണ്ട്. മുടിയൊക്കെ നല്ലപോലെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ റാപ്പ് ചെയ്ത് വെക്കും കേട്ടോ. കാരണം ആ ക്രീം നമ്മളെ തലയിലേക്ക് നല്ലപോലെ അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ഞാൻ യാതൊരു കുറുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ശാഠ്യമായിരുന്നു. അപ്പോൾ അതിന് ശേഷം നല്ല പോലെ ഒരു 1.5 മണിക്കൂർ ക്രീം തലയിൽ പിടിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ക്രീം കഴുകി കളയില്ല കേട്ടോ. സാധാരണ നമ്മൾ സ്മൂത്ത് ടേണിങ്ങിനൊക്കെ കഴുകി കളയും. പക്ഷേങ്കിൽ ബൊട്ടോക്സിനും കെരാറ്റിനും ഇത് നമ്മൾ വാഷ് ഔട്ട് ചെയ്യില്ല. നമ്മൾ നല്ല പോലെ ഹെയറിൽ സ്പ്രേ ചെയ്യും. അതായത് നല്ല പോലെ ഒരു 90%, 90 ഇല്ലാന്ന് തോന്നുന്നു, ഇതുപോലെ നല്ല പോലെ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനെ ബ്ലോ ഡ്രൈ ചെയ്യും. നല്ല പോലെ ബ്ലോ ഡ്രൈ ചെയ്തെടുക്കും കേട്ടോ. ഫുൾ ആ ക്രീം ആ മുടിയിലേക്ക് അങ്ങോട്ട് ലയിപ്പിച്ചെടുക്കും. കാരണം ആ ക്രീം നമ്മളെ തലയിൽ നിന്ന് ഇളക്കി കളയുന്നേ ഇല്ല. കാരണം ആ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറിന് പ്രോട്ടീനും മറ്റു കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള ആഫ്റ്റർ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ഭയങ്കര ഒരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യുക ക്രീം ഉള്ളതുകൊണ്ട്. അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രൊസീജിയറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയണിങ് തിന്നായിട്ട് നൈസായിട്ട് ഹെയർ സെക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അയൺ ചെയ്യണം കേട്ടോ. ഒരു ഹെയർ തന്നെ ഒരു സെക്ഷൻ തന്നെ 10-20 വട്ടം, അതായത് നമുക്ക് തന്നെ തിരിയും. മീൻസ് ഇത് അയൺ ചെയ്യുന്നതിനനുസരിച്ച് ഷൈനിങ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിലേറ്റവും വലിയ
പ്രാധാന്യമുള്ളൊരു ഘട്ടമാണ് കേട്ടോ അത്. അപ്പം അയണിങ് മൊത്തം കാണിക്കുന്നില്ല. അതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂക്ക് ലെയർ അടിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ ലെയർ അടിക്കട്ടെ, മുടി ഒന്ന് സെറ്റ് ആവുന്നത് വരെ ഒന്ന് ഇരിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് എന്താ പറയണ്ടേ, ഫുള്ള് ഇവളുടെ ലെയർ അടിച്ചിട്ടുണ്ട്. ആ ലെയർ അടിക്കുന്നതിന് മുന്നേ എനിക്ക് അയണിങ് ചെയ്തിട്ട് ഹെയർ മാസ്ക് ഇട്ടിട്ട് എന്നെ ഇരുത്തിയിരിക്കും കേട്ടോ, അത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഹെയർ മാസ്ക് ഇട്ടിരിക്കുന്ന സമയത്ത് അവളെ ഹെയർ കട്ട് ചെയ്തു. ലെയർ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്, നല്ലപോലെ ഇച്ചിരി കീറിയിട്ടുണ്ട്, കുഴപ്പമില്ല, അത് വളരുമെന്നാണ് തോന്നുന്നത്. അപ്പം നല്ല വൃത്തിയുണ്ട്, പണ്ടത്തേലും വൃത്തിയുണ്ട്. അതിനുശേഷം ഇതാട്ടോ, ഞാൻ ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പം അത് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ. അപ്പം അയണിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം മാസ്ക് ഇട്ടിട്ട് അവിടെ ഹെയർ സ്പാ ഇട്ടിട്ട് അവിടെ കിടന്നു, അല്ലെങ്കിൽ മാസ്ക് ഇട്ടിട്ട് അവിടെ കിടന്നു. അതിനുശേഷം നമ്മളിതാ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ട്. വാഷ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ അത് ആ സ്പാ ക്രീം അല്ലെങ്കിൽ മാസ്ക് വാഷ് ഔട്ട് ചെയ്ത് നല്ലോണം കളഞ്ഞതിന് ശേഷമുള്ള പ്രൊസീജിയർ അത് നമ്മളിനി ഉണക്കിയെടുക്കുക എന്നുള്ളതാണ്. ഡ്രയർ വെച്ചിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കുക. ആ ഉണക്കിയെടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് കറണ്ട് പോയി ഗൈസ്. ഇതാ കറണ്ട് പോകുന്നതിന് മുന്നേ ഉള്ള കാഴ്ചയാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് പാർലറിൽ പോയത്. ആ പോയിട്ട് എന്താ പറയണ്ടേ, നല്ലപോലെ ഉണക്കി എന്താ പറയണ്ടേ, അതിന് ശേഷം ചേച്ചിയല്ല കുഞ്ഞാറ്റി എടുത്ത വീഡിയോ കേട്ടോ. അങ്ങനെ എൻ്റെ ഹെയർ ബോട്ടോക്സ് കഴിഞ്ഞു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.